ആ എടി എന്നാ അമ്മേ നിഷേ എമർജൻസി ലീവ് എടുത്തിങ്ങോ വരുവാണേ. അതിനാ ചേച്ചി വരുന്നേ? അടി അവള് കൊണ്ടുപോയില്ലേ ഒരു കൂട്ടുകാരി കൊച്ച്, അതിൻ്റെ കെട്ടിയോന് പെട്ടെന്ന് അറ്റാക്ക് വന്നടി. അയ്യോ അത് കഷ്ടമായല്ലോ. ആ ഭയങ്കര കഷ്ടമായിപ്പോയി. അപ്പോൾ അവളുടെ കൂട്ടത്തിൽ ഇങ്ങ് വരുവാ. ആ നീയേ കുറച്ച് ദിവസത്തേക്ക് എന്നാ ഇങ്ങോട്ടൊന്ന് വാ. ആ ആ ആ ഞാനെന്നാ എത്തിയേക്കാം. ആ നിങ്ങളായിരുന്നോ? എന്താ അവിടെ തന്നെ നിന്നെ? വാ കയറി വാ. ഓ ഇല്ല ചേച്ചി, പോയിട്ട് ധൃതിയുണ്ട്, ഇച്ചിരി പണിയുണ്ട്, ഞാൻ പിന്നെ വരാം. എപ്പോഴാ അടക്കപ്പെളാ? 2 ദിവസം കഴിയുന്നേ. പുള്ളിയുടെ അനിയൻ ആഫ്രിക്കയിൽ നിന്ന് വരാനുണ്ട്. അല്ല നിങ്ങൾക്ക് ഇവിടെ ഹെൽമെറ്റ് നിർബന്ധമല്ലേ? ഓ എന്നാതിനാ ഈ ഇടവഴി കൂടെ കയറി വരുന്നതിന്? അതൊന്നും കുഴപ്പമില്ലെന്നേ, ഞാൻ പോയിട്ട് വരാവേ. എന്നാ ശരി. ഇപ്പോഴും ജോമോൻ കുടുംബത്തൊന്നും കയറത്തില്ലേ? ജോമോൻ ഇന്നും കേറിയില്ലേ? ആ ഇല്ല, വൈകിട്ട് വരാന്ന് പറഞ്ഞു. വരവൊക്കെ കണക്കാ. എൻ്റെ ദൈവമേ, ഇപ്പൊ നാട്ടുകാര് തുടങ്ങും. അതന്നെ ജിഷേ ജോമോനും വല്ല പ്രശ്നമുണ്ടോ? ജോമോൻ ഇഷ്ടപ്പെട്ട കാറ് കൊടുക്കാത്തതുകൊണ്ടാന്നാ കേട്ടെ. എടാ നിനക്ക് ജിഷയുടെ വീട്ടിൽ പോയി 2 ദിവസം നിന്നാ തന്നെ ഒന്നും ശരിയാവൂലടാ. നിനക്കറിയാലോ ഈ നാട്ടുകാരൊക്കെ, ഞാൻ ഈ അച്ചി വീട്ടിൽ പോയി കിടക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഓരോന്ന് കഥയടിച്ചിറക്കുന്നവന്മാരാ. എടാ നീ ഏത് നൂറ്റാണ്ടിലാടാ കഴിയുന്നത്? നാട്ടുകാർ പോകാൻ പറ. ശരിയാവില്ലടാ. ഹാ നീ 2 ദിവസം പോയി നിൽക്കുന്നേ. ഓ ആ ചേച്ചി ഇങ്ങ് പോന്നോ? ആടി ഞാനിങ്ങി പോന്നു. സഹിക്കാൻ പറ്റുന്നില്ല അവളെ കരച്ചിൽ കണ്ടിട്ട്. മനുഷ്യൻ്റെ കാര്യം ഇത്രയൊക്കെ ഓൾറെഡി. ഇനി അവളും കുഞ്ഞുങ്ങളും എങ്ങനെ ജീവിക്കാനാന്ന്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടിയതേ ഉള്ളൂ പുറത്ത്. വീട്ടുകാരൊന്നും സഹായിക്കത്തില്ലേ ചേച്ചി? ഓ അവർ ലവ് മാരേജ് അല്ലായിരുന്നു ഓടി. അന്നേ അവർ സപ്പോർട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം മരിച്ചെന്നറിഞ്ഞാൽ പിന്നെ അവർ നോക്കും അവരെ. അവളുടെ ജീവിതം എന്താകുമോ എന്തോ. ആ ജോമോനെ. ആ ഇരിക്കേ ചേച്ചി. എന്താ ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ? അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി പോയോണ്ട് അവരുടെ കാര്യം ആ കഷ്ടമാണ്. നമുക്കൊക്കെ സഹായിക്കുന്നതിനൊരു പരിധിയില്ലേ? ആയ കാലത്ത് നല്ലതായിട്ട് സമ്പാദിക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർ സുഖമായിട്ട്. അത് ശരിയാ ചേച്ചി. പക്ഷെ ഇങ്ങനെ പെട്ടെന്നൊക്കെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ജീവിതകാലം മൊത്തം ഉള്ളതൊക്കെ സമ്പാദിച്ചു വെക്കാൻ പറ്റും. അത് ശരിയാ, എല്ലാം വിധി. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചേച്ചി എല്ലാം വിധി എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ചേച്ചി വരുമ്പോൾ പറയാനിരിക്കുമായിരുന്നു. ചേച്ചിക്ക് ഒരു NRI ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചുകൂടെ? പിന്നെ ഇൻഷുറൻസ് ഇതൊക്കെ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. പുറത്തുനിന്ന് എടുത്താൽ പിന്നെ പറയുകയും വേണ്ട. ചേച്ചി ഇപ്പോൾ പ്രവാസികൾക്ക് വിദേശത്തേക്കാൾ 30 മുതൽ 50% വരെ ചിലവ് കുറയിൽ ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാം. മാസം 823 രൂപ തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. 2 കോടി രൂപ വരെ കവറേജും കിട്ടും. പിന്നെ പ്രവാസികൾക്ക് 18% GST ഇളവുമുണ്ട്. ആകെ മൊത്തം 23% വരെ ഡിസ്കൗണ്ടിൽ ഇൻഷുറൻസ് എടുക്കാം. ഓ ഇതിൻ്റെയൊക്കെ പുറമെ അടക്കം ഒരുപാട് സമയം പോകും. ഞാനാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കല്ലേ വന്നേ. ചേച്ചി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് കയറി നോക്കിക്കേ. അതിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളെ കമ്പയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡില്ലേ, അതൊന്ന് സ്കാൻ ചെയ്താൽ മതി. ചേച്ചിയുടെ കയ്യിൽ ഫോണില്ലേ, അതിൽ നെറ്റില്ലേ, മതി. ഇനിയിപ്പോൾ ഇൻഷുറൻസ് എടുത്താലും ക്ലെയിമിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ കുടുംബം ഇതിൻ്റെ പുറകെ നടക്കേണ്ട വരത്തില്ലേ? അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ മതി. ക്ലെയിമൊക്കെ സ്മൂത്തായിട്ട് നടക്കും. ആണോ? എന്നാൽ ഞാൻ ആ ലിങ്കിൽ കയറി നോക്കാം. ഞാനൊന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരട്ടെ. ഇന്നേലൂടെ നിൽക്കാവോ? ഇല്ലില്ല, പോയിട്ട് 100 വട്ടം പരിപാടിയുണ്ട്. പിടിച്ചേ അമ്മേ അമ്മോ. എന്നാടാ അമ്മ ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാവേ. ജിഷയെ വിളിക്കാൻ പോവാണോ? ആ അവള് വന്നല്ലോ. ഞാൻ വന്നു, ഓട്ടോ പിടിച്ചിങ്ങ് പോന്നു. ആ അതേതായാലും നന്നായി. അല്ല നിങ്ങളിപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ട് എന്താ കാര്യം ഇരിക്കണേ? അവിടെ വന്നിട്ട് കുറേ ധൃതി കാണിക്കും. അപ്പം ഇറങ്ങണം എല്ലാവരും കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അല്ല നിങ്ങൾക്ക് ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൈ കിടക്കണ മോതിരം ഊരി പോവോ? നിങ്ങൾക്കൊക്കെ ഈ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്കൊക്കെ പേടിയാ. ജനിച്ചു വളർന്ന ഈ വീട്, അപ്പൻ അമ്മ അനിയന്മാർ ഇവരുടെയൊക്കെ കൂടി കിടക്കാനേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. ജനിച്ച വീടും വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച് തന്നെ ഇവിടെ വന്ന് ഈ സാഹചര്യത്തിനോട് ഇണങ്ങി ജീവിക്കുന്നത്. അതുപോലെ ഒന്നും നിങ്ങൾ ജീവിക്കത്തില്ല. അവന് ഇഷ്ടമല്ലേ, നിർബന്ധിക്കാൻ നിൽക്കണ്ട മോളെ. അവനെ അമ്മേ ഞാൻ വരാം. നീ പറയുന്ന കംഫർട്ട് സോണൊക്കെ വിട്ടിട്ട് ഞാൻ വരാം. നീ പറയുന്ന എത്ര ദിവസം വേണം അവിടെ നിൽക്കാം. പാക്ക് ഇന്ന് തന്നെ പോയേക്കാം.
ആ ബെസ്റ്റ്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നാടാ, കുഴപ്പമില്ല. ഒരു മിനിറ്റ്, അമ്മ ഇതെങ്ങോട്ടാ കോടാലി കേട്ട്? അവള് പറഞ്ഞേ മോന് ചക്കപ്പുഴുക്ക് ഇഷ്ടമാന്ന്, ചക്ക കൊണ്ടുണ്ട് വെട്ടാനായിട്ട്. ആ പറയടാ. ഇവിടെ നല്ല തങ്കപ്പെട്ട അമ്മയുടെ ഇവിടുത്തെ. ആ ചക്ക വെട്ടാൻ പോയിക്കുക. അയ്യോ മക്കളെ എഴുന്നേക്കല്ലേ, മുട്ട 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 മുട്ട, അയ്യോ കോഴിമുട്ട കഴിക്കേ. ഇവിടെ ഇത് പതിവാ, ഇതെല്ലാം കഴിക്കണേ. എടി, നമ്മുടെ അമ്മ ദേ അടുത്ത പ്ലാവ് കയറാൻ പോയിട്ടുണ്ട്. അതിനാ? ഞാൻ വിചാരിച്ച് എനിക്ക് കൊണ്ടുപോകാൻ മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിപ്പോൾ ജോമോന് വേണ്ടിയിട്ടാ. എൻ്റെ കെട്ടിയവൻ വന്ന് നിന്നപ്പം ഇത്ര സ്നേഹമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ചേച്ചി എന്നെ കല്യാണം കഴിച്ചപ്പോൾ ജോമോൻ ഇവിടെ വന്ന് നിന്നതല്ലേ, പിന്നെ ഇപ്പോഴല്ലേ അമ്മയ്ക്ക് ചാൻസ് കിട്ടുന്ന സ്നേഹിക്കാൻ, അത്രേ ഉള്ളൂ. പിന്നെ ജോമോൻ അറിയട്ടെ ഭാര്യ വീട്ടിൽ നിന്നാ ഇങ്ങനെയൊക്കെയാന്ന്. എന്തിനാ ഇപ്പൊ ഇത്രയും മുട്ട? ജോമോൻ വന്നിട്ടുണ്ട്, മരുമോൻ. മക്കളെ പഴം അയ്യോ എനിക്കങ്ങനെ ശീലമില്ല അമ്മ. ഇവിടെ പതിവാ മക്കളെ, കഴിച്ചോ. ആ പറയടാ, നീ എവിടെയാ? ഞാൻ വീട്ടിൽ, നീയോ? ഞാനോ? ഞാനിവിടെ ഭാര്യ വീട്ടില്. എടാ നിന്നോട് ഞാൻ 2 ദിവസം പോയി നിൽക്കാന്നല്ലടാ പറഞ്ഞേ. നീ അവിടെ പോയി എന്നെ അട്ടിപ്പേറ് കിടക്കുന്നു. ഇവിടെ നല്ല കംഫർട്ടാടാ. എനിക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം, മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഇവിടെ പുതിയ കംഫർട്ട് കണ്ടെത്തി, ഒരു വിഷയമില്ല. ഐഡി അതിൻ്റെ അടിയിലേ കപ്പ ഇരിപ്പുണ്ടോ, ഒന്ന് കൊത്തി അരിഞ്ഞേ. മരുമോനെ കഴിപ്പിച്ചേ ലാസ്റ്റ് എനിക്ക് കൊണ്ടുപോകാൻ വല്ലതും കാണുമോ? നീ മുട്ടയും പഴമൊന്നും അല്ലല്ലോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, നിനക്ക് പോകേണ്ട സാധനമൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം, നീ പറഞ്ഞ കേക്ക്. ആ ആ അമ്മേ, അവളെന്തിയേ? അവള് കുളിക്കാൻ കയറി അമ്മേ. എന്നാ പാല്. അയ്യോ അമ്മ, എനിക്ക് രാത്രി അങ്ങനത്തെ ശീലമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയാന്നേ, കുടിച്ചോ മോനെ. ശരി. കൊള്ളാലോ ഈ ഭാര്യ വീട് സെറ്റപ്പ്, അടിപൊളി. എൻ്റെ ആഗ്രഹത്തിന് ഒരു 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നേ. എല്ലാവരും ചോദ്യം തുടങ്ങി. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി, പക്ഷെ അമ്മ എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ആ അങ്ങനെ നിങ്ങൾ വിദഗ്ധമായ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നു. നാളെ എന്നാ വീട്ടിൽ പോവാം. ഞാനില്ല, എനിക്കിവിടെയാ കംഫർട്ട്. എടി ഇവിടുന്ന് ഓഫീസിൽ പോകാനൊക്കെ ഭയങ്കര എളുപ്പമാന്നേ. പിന്നെ ഇത് ഈ അമ്മയുടെ സ്നേഹമൊക്കെ കണ്ടില്ലേ, അമ്മയ്ക്ക് എപ്പോഴും സങ്കടമാവും. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എന്നാടി, എന്നെ പറ്റി? അങ്ങേരോട് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പറയുക ജോലിക്കൊക്കെ ഇവിടുന്ന് പോകാനേ എളുപ്പം, ഇവിടെ നിന്നോളാന്ന്. എൻ്റെ കർത്താവേ. അമ്മയുടെ സൽക്കാരം കണ്ടപ്പോഴേ തോന്നി കുറച്ചുകൂടെ ചക്കയും മാങ്ങയും കൂടെ കൊണ്ട് കൊടുക്ക്. സകലമാന മനുഷ്യരും ചോദ്യം തുടങ്ങി, ഇതെന്നെ ഇവിടെ വന്ന് നിൽക്കുന്നേ, ഇവിടെ വന്ന് നിൽക്കുന്നേന്ന്. അമ്മേ, ഓ ചോറ് കഴിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല, ഒരിച്ചിരി പാല്. പിരിഞ്ഞു പോയി മക്കളെ. അയ്യോ, പഴമൊന്നും ഇരിപ്പില്ലേ അമ്മേ? ഒരു പഴവും ഇരിപ്പില്ല മക്കളെ.
മുട്ട മുട്ട ഇല്ല, ഇനി കോഴി ഇടണം. അതിപ്പോൾ കഴിച്ചിട്ട് എന്തേലും ഒന്ന് കഴിക്കാതെ ഇപ്പോൾ ഓരോ ശീലമായാലോ. ആ കുഴപ്പമില്ല, രാത്രി പിടിക്കാമേ. എന്നെ പറഞ്ഞാൽ മതി, അവൻ ഇവിടെ ഈ മുട്ടയും പാലും നിന്ന് കഴിയാൻ നിൽക്കുവാന്ന് എനിക്ക് തോന്നണേ. നീ എന്തേലും ഒരു മാർഗം കണ്ടുപിടി പെണ്ണേ. വഴിയുണ്ട്, ഞാൻ കൊണ്ടുപോയിക്കോളാം. അമ്മേ, അവനെന്തേ? ഇച്ചായ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല അമ്മേ. അവിടുന്ന് ജോലിക്ക് പോകുന്ന സൗകര്യം എന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുവോ. ആ, അവിടുത്തെ അമ്മ നല്ലപോലെ മരുമോനെ സൽക്കരിച്ചല്ലോ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവനെ ഇതിനൊന്നും നിർബന്ധിക്കരുതേന്ന്. അമ്മേ, അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞിട്ടൊന്ന് ഇച്ചായനെ വിളിക്കാവോ? അപ്പം ഇങ്ങോട്ട് വരുമല്ലോ. അതൊന്നും പറഞ്ഞാലൊന്നും അവൻ വരത്തൊന്നുമില്ല. അതെന്താ? അവൻ്റെ അപ്പനും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഹലോ, ഞാൻ എൻ്റെ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ള പ്രവാസികൾക്കായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ്. അവരുടെ ഒരു നല്ല കാലവും പ്രവാസത്തിൽ കുടുംബത്തെ നന്നായി നോക്കും. എന്നാൽ അവരുടെ അഭാവത്തിൽ കുടുംബത്തിൻ്റെ കാര്യമോ അങ്ങനെയുള്ളവർക്ക് ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കണം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 23% വരെ ഡിസ്കൗണ്ടിൽ NRI ടേം ഇൻഷുറൻസ് എടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. Please subscribe my channel.